ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May God's name be glorified. അനേക നാളായിട്ട് നിതിനും നമ്മുടെ ആർക്കെങ്കിലും ഒക്കെ പറയുകയാണ് വചനത്തിൽ നിന്ന് സംസാരിക്കണം. For many days, Nitin Chachan and Arke Uncle have been asking me to speak from the ഇത്രയും നാൾ വളരെ തന്ത്രപരമായി ഞാൻ ഒഴിഞ്ഞു മാറി. To this time, I've been kind of avoiding that role. ഇന്ന് രാവിലെയും കൂടെ ഞാൻ ബാബുച്ചാനോട് പറഞ്ഞു ഇന്നൊരു അവസരമുണ്ട്, അത് പ്രയോജനപ്പെടുത്തണം. പക്ഷെ ബാബുച്ചാൻ നൈസായിട്ട് എന്നെ ഒഴിവാക്കി. So I told Babu Uncle that there's an opportunity today, but he also kind of avoided that. അല്പസമയം ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം എന്നെയും ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. I praise God that He's given me the opportunity to be before you all and spend a little bit of time speaking from the Word of God. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. Our lives are going according to the plan and will of God. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. Our plans are not God's plans. നമ്മുടെ പ്ലാൻ അല്ല ദൈവത്തിന്റെ പ്ലാനുകൾ. Our plans are not God's plans. അതെപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചറിയുന്ന ഒരു കാര്യമാണ്. That's something I've personally experienced in my own life. ഒരിക്കലും ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചല്ല. I never really saw myself standing here speaking. അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായി ഒരു പ്ലാനായി ഞാൻ കണക്കാക്കുന്നു. I count that as part of God's plan. അനേക വിഷയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നാൽ എന്തോ പറയുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. There were a lot of different topics that came to my mind as I was thinking about what to say. ഏകദേശം 2 മാസത്തോളമായി എൻ്റെ പേര് ലിസ്റ്റിൽ വന്നിട്ട്. For about 2 months or so, my name has been on the list. പക്ഷേ ഞാനത് കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു 4 ദിവസം മുമ്പാണ്. But the first time I actually thought about this seriously was about 4 days ഞങ്ങൾ ago. ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു, അടുത്ത സൺഡേ ഞാനാണ് വചന ശുശ്രൂഷ. Yeah, so we were just talking and I was like, oh right, I'm speaking next Sunday. അപ്പോൾ ഞങ്ങൾ ഒരു ഡൈനിങ് ടേബിളിന്റെ അപ്പുറം ജോഹാൻ അപ്പുറത്തിരുന്ന് പഠിക്കുന്നു. Johan's sitting on the other side of the dining table studying. ഞാൻ ഇപ്പുറത്തിരുന്ന് ഇതൊക്കെ തുറന്ന് നോക്കുന്നു. I'm opening this and looking through it. ശ്രേയ പറഞ്ഞു അപ്പയും പഠിക്കാൻ തുടങ്ങിയോ? Shreya says, oh dad, are you also starting to study? അങ്ങനെ എനിക്കും ചെറിയ രീതിയിൽ ഒരു വചനത്തിൽ നിന്ന് അല്പഭാഗം പഠിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. So God has enabled me to study for a little bit of things from the scripture. അനേക ചിന്തകൾ കടന്നു വന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ സൺഡേ സ്കൂൾ കാലത്ത് പഠിച്ച ചില കഥകളാണ് ഇപ്പോഴും ചില അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. One of the things that come to mind quickly is something that I learned from back in Sunday school. അന്ന് പഠിച്ച പല കാര്യങ്ങളുമാണ് ഇന്നും നമ്മുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞിരിക്കുന്നത്. That some of the things that you learned from back then as a child is some of the things. ഞാൻ ഓർത്തു സൺഡേ സ്കൂളിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം അത് സ്വാധീനിക്കുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. And just because of that, I was able to understand how much of a significance Sunday school has on our lives through my own life as an example. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഭാഗം ഞാൻ 9th ഗ്രേഡ്, അതായത് ഞങ്ങളുടെ ചർച്ചിൽ 9th ഗ്രേഡിൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു വിഷയമാണ്. So the topic that I'll be talking about is something that I learned in my church. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നാണ്. It's from the book of Daniel. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് ദാനിയേലിന്റെ ജീവിതവും അതുപോലെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഭാഗവും ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചതാണ് ആക്ച്വലി. So in Sunday school we learned about the life of Daniel as well as the specific portion that we'll be. ഇന്നും ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു, പ്രിയ സാലി ആന്റിയുടെ പിതാവായിരുന്നു അന്ന് എൻ്റെ ടീച്ചർ. Even now I remember clearly it was Sally Auntie's dad that was my teacher. 2 വർഷത്തോളം പുള്ളി ഞങ്ങളെ 9th ഉം 10th ഉം സാലി ആന്റിയുടെ പിതാവായിരുന്നു എൻ്റെ ടീച്ചർ. So Sally Auntie's dad was my teacher for both 9th and 10th. പ്രിയ പിതാവ് പഠിപ്പിച്ച ഒരു ഭാഗമാണ്. And this was one of the topics that he taught back then. ഞാൻ ദാനിയേൽ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. I would like to remind everyone of a few things from Daniel chapter 3. ഞാൻ ആ ചാപ്റ്ററിനെ ആ അധ്യായത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. So we'll be dividing that chapter into 4 sections. ഒന്നാമതായിട്ട് നമുക്കറിയാം ഇതിനകത്ത് ഈ 3-ാം അധ്യായത്തിൽ മെയിനായിട്ട് പറയുന്നത് ശദ്രക് മേശക് അബേദ്നെഗോവിനെ കുറിച്ചാണ്. We know that the main topic of the chapter 3 is about Shadrach, Meshach, and Abednego. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി and about the situation that occurs in their life. അവരത് നേരിടുന്ന വിധം and the way that they confront it. അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന വിടുതൽ and the salvation that God gave them in their life. അവസാനമായിട്ട് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ആ ജീവനുള്ള ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കുന്ന ഒരു രംഗം. ഇങ്ങനെ 4ആയിട്ടാണ് ഞാൻ ഈ ഭാഗം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. And then we can also see how King Nebuchadnezzar acknowledges the power of God. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമായ ഒരു ഭാഗമാണ്. This is a portion that's very familiar to all of us. അത് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാം എന്ന് വിചാരിക്കുന്നു. I just wanted to speak about it a little bit to my understanding. ഒന്നാമതായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ 1-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബം ഐഡിയൽ ഉണ്ടാക്കുന്നു.
And we can see in verse 1 that King Nebuchadnezzar makes an idol. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന നമുക്ക് ബിംബങ്ങളെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിംബങ്ങളെ കണ്ടിട്ടുള്ളത് മിക്കവാറും ഇന്ത്യൻസ് ആയിരിക്കും. അതുപോലെ ഹിന്ദുസിന് തന്നെ 30 കോടി ദൈവങ്ങളാണുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾ ബിംബങ്ങൾ കാണുന്ന ഒരു കണ്ട ആൾക്കാരാണ്. Especially being from India, a lot of us have seen a lot of idols and things, especially since Hinduism has a lot of idols. ഏത് വീട്ടിൽ ചെന്നാലും ഒരു മിനിമം ഒരു 4-5 വിവിധ ബിംബങ്ങൾ കാണും. If we go to any house in India, a lot of times you'll see 4 to 5 idols at least in their house. അവിടെ നമ്മൾ അമേരിക്ക വന്നിട്ടും ബിംബങ്ങൾക്ക് ഒരു കുറവുമില്ല. And even when we come to America, there's no reduction in the amount ഇവിടെ of നമ്മൾ idols. മെയിൻലി ഹിന്ദി ഗുജറാത്തികൾ അല്ലെ ആന്ധ്ര അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഭവനത്തിൽ ചെന്നാൽ ഒരു പൂജാമുറി ഉണ്ട്. If we go to the houses of people from like Gujarat or Andhra, we'll see different, നിറയെ ബിംബങ്ങളാണ് അതിനകത്ത്. and we'll see the rooms will be filled with idols as well. ഈ പട്ടേൽ ഗ്രോസറി സ്റ്റോർ എനിക്കൊന്ന് മക്കിനിയിലാണ് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു സ്റ്റോർ. So അത് നമ്മൾ എൻട്രൻസ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വലിയൊരു ബിംബമാണ് ആദ്യം ഇരിക്കുന്നത്. so if you go to Patel grocery store, it's അത് അവര് വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. yeah, there's a lot of idols in there for എന്നാൽ sale. മനുഷ്യനെ വിഗ്രഹങ്ങളോടുള്ള ആരാധന കാരണം അത് അവരുടെ അവിടെ ഒരു പ്രതിഷ്ഠയായി വെച്ച് ഇന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണാം മനുഷ്യർ അതിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. And when we go in, we can see that people are standing there and praying in front of it. പൈസ അതിന്റെ ചുവട്ടിൽ വെക്കുന്നു. And people will leave money at the foot of the മനുഷ്യന് statue. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇപ്പോഴും ബിംബങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. Even with as much understanding as people have today, we still see a lot of idol worship happening. ബിംബങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ If we're thinking about idols, പെട്ടെന്ന് നമുക്ക് 115 സങ്കീർത്തനം quickly we can think about Psalms chapter 115 അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. from verse 4 to 8. 115, 4 to 8. 115? Yeah. 115 verse 4 through 8. Then I called on the name of the Lord. O Lord. 115, 115. 116. 115 verse 4 through 8. But their idols are silver and gold made by the hands of men. They have mouths but cannot speak, eyes but they cannot see. They have ears but cannot hear, noses but they cannot smell. They have hands but cannot feel, feet but they cannot walk. Nor can they utter a sound with their throats. Those who make them will be like them, and so will all who trust in them. അവരുടെ വിഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ പൊന്നും വെള്ളിയുമാണ്. We can see that their idols are made of silver and gold. അതിന് കണ്ണുണ്ടെങ്കിലും അതൊന്നും കാണുന്നില്ല. Even if it has eyes, it cannot see anything. അതിന്റെ കൈ ഉണ്ടെങ്കിലും അതൊന്നും സ്പർശിക്കുന്നില്ല. Even if it has hands, it cannot touch anything. അതിന് വായുണ്ടെങ്കിലും ഒന്നും സംസാരിക്കുന്നില്ല. Even if it has a mouth, it cannot speak. എന്തുകൊണ്ടുണ്ടാക്കിയാലും അത് മനുഷ്യന്റെ കൈവേലയാൽ മനുഷ്യൻ അവന്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ഒപ്പിച്ചുണ്ടാക്കിയ ബിംബങ്ങളാണ്. Regardless of what it's made from, it's something that's made according to the desires of man. ചില ബിംബങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. Some of them are really nice to look at. ചില ബിംബങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ പേടിച്ചു പോകും. Some of them, if we look at them, we'll get scared. മനുഷ്യന് അവന്റെ ഉള്ളിൽ തോന്നുന്ന രീതിയിൽ അവൻ ഉണ്ടാക്കുന്നതാണ് ബിംബങ്ങൾ. Idols are something that man makes in the pattern of what their own heart desires. എന്നാൽ ഇന്നത്തെ കാലത്ത് അനേക വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ഈ യാതൊരു രീതിയിലും നമ്മെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു ബിംബത്തെ ഇന്നും ആരാധിക്കുന്ന ജനമാണ് നമുക്ക് ചുറ്റും. But even around us today, we still see people worshiping idols, even though they can't respond back to us in any way. ഇവിടെ നമ്മൾ കാണുന്നത് ബാബേൽ രാജാവ് ഒരു വിഗ്രഹം നിർമ്മിച്ചു. And we see here that the king of Babel creates an idol. അതിന്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്നിട്ട് അവരൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. And we see that he issues a commandment. 8-ാം വാക്യത്തിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ അത് കാണുകയാണ്. എല്ലാവരും ഈ ബിംബത്തെ വന്ന് വണങ്ങി ആരാധിക്കണം. And he says that everyone must come and worship this idol. അങ്ങനെ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. And the king issues a command like that. എല്ലാവരും വന്ന് വീണു വണങ്ങി. That everyone must fall before him and worship the idol. അവിടെയാണ് നാം സംസാരിക്കാൻ പോകുന്ന 3 വ്യക്തികൾ അവിടെയാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. And that's where we see these 3 individuals that we talked about. രാജാവിന്റെ അടുത്ത് കൽദേയരായ ചില ആൾക്കാർ വന്നിട്ട് so a couple Chaldeans come to the king. രാജാവേ ഈ 3 വ്യക്തികൾ അതായത് ശദ്രക് മേശക് അബേദ്നെഗോ And they accuse these 3 individuals. അവരെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അവർ ആ കൊട്ടാരത്തിലെ തന്നെ എംപ്ലോയീസ് ആണ്, അതായത് അവിടുത്തെ കാര്യവിചാരകരാണ്. They are employees at the palace. They take care. അന്നത്തെ കാലത്ത് ഒരു രാജകൊട്ടാരത്തിൽ ജോലിയുള്ളവരെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ ചിന്തിച്ചാൽ സെക്രട്ടേറിയറ്റിലെ ജോലിയുള്ള ഒരു തസ്തികയിലാണ് അവർ 3 പേരും. If we think about it in terms of modern government, it's almost like if employees in the palace back then would have been equivalent to like നാം secretaries. മനസ്സിലാക്കുന്ന സാമാന്യം നല്ല രീതിയിൽ ജീവിക്കുന്ന 3 ചെറുപ്പക്കാർ.
And these three young men are living very prosperous lives. എന്നാൽ ഈ കൽദേർ വന്ന് രാജാവിനോട് പറയുകയാണ്, അവർ 3 പേർ ഈ ബിംബത്തെ വണങ്ങുന്നില്ല, ആരാധിക്കുന്നില്ല എന്ന്. But then these Chaldeans come along and say, oh, these 3 individuals, they aren't bowing down and worshiping the idol. രാജാവിന് വളരെ കോപമുണ്ടായി. This greatly angers the king. എല്ലാവരും വണങ്ങുന്ന ഈ ദേവനെ എന്തുകൊണ്ട് ഇവർ 3 പേര് വണങ്ങുന്നില്ല? Why aren't these 3 bowing down before this idol? വേഴ്സസ് 14, 15, Verse 11 and 15. 14 and 15. Oh, 14 and 15. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രാജാവ് ഒരു അന്ത്യശാസനം കൊടുക്കുന്നതായിട്ടാണ് ഇവർക്ക് 3 പേർക്കും. And we see that the king is giving him a final warning. ഈ ഒരു ചാൻസ് കൂടെ അവർക്ക് കൊടുക്കുകയാണ്. He's giving him a final chance. നിങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ വണങ്ങുക. You guys need to worship and praise before this idol. അങ്ങനെ അവർ ആ ഫൈനൽ വാർണിംഗ് കേട്ടു. And even after hearing that final warning. ഇവിടെയാണ് ഞാൻ ഇതിന്റെ രണ്ടാമത്തെ പോയിന്റ്. And this is where the second point really begins. ഈ 3 പേരുടെ ജീവിതത്തിലെ അവരുടെ യഥാർത്ഥ വിശ്വാസം. And we see the true faith of these 3 individuals. 3 പേരും ദൈവവും അവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. We can understand the depth of the relationship between these 3 individuals and God. അതിന്റെ 17-ാം വാക്യത്തിൽ, And verse 17. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. If we are thrown into the blazing furnace, the God we serve is able to save us from it, and he will rescue us from your hand, O king. അവരുടെ ജീവിതത്തിലെ ആ ഉറപ്പും ധൈര്യവുമാണ്. And that's the courage and the assurance that they have in their life. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. That the God that we serve will be able to save us. അതിന്റെ 18-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. Let's also read verse 18. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. But even if he does not, we want you to know, O king, രാജാവ് നിർത്തിയായി സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. that we will not serve your gods or worship the image of gold you have set. ഇനി ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും, Even if the God that we trust doesn't save us, ഒരിക്കലും ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾ ഈ ബിംബത്തെ ആരാധിക്കുകയില്ല. I will never deny that God and worship അവരുടെ this idol. ജീവിതത്തിലെ ദൃഢമായ ഒരു വിശ്വാസം. And we can see that the depth of that faith. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം നമ്മുടെ വിശ്വാസം നാം മുറുകെ പിടിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. And that's something we can look to in our own lives. അവർക്ക് വേണമെങ്കിൽ എല്ലാവരും വണങ്ങുന്ന കൂട്ടത്തിൽ ഒന്ന് വണങ്ങി രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. They can easily just bow down just once. ആരും അത് നോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. That's not something that anyone's really going to. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ many times when situations like this come to our own life, വണങ്ങി ഒന്ന് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. It's something that we can easily solve just by bowing down. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം അതാണ് അവിടെ ദൈവം നോക്കുന്നത്. But God is looking for the faith that we have in our life. ഇവിടെ ഈ 3 ചെറുപ്പക്കാർ, these 3 young men, അവരുടെ വിശ്വാസം മുറുകെ പിടിക്കുകയാണ്. they're holding strongly onto their faith. വിശ്വാസത്തിന്റെ കാര്യം നാം ഓർക്കുമ്പോൾ when we think about faith, നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാനുള്ളത് വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം തന്നെയാണ്. The first person that we can think of is the father of faith, Abraham. നാം എപ്പോഴും കേൾക്കുന്നതാണ് വിശ്വാസത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കുന്ന അബ്രഹാം പിതാവ് തന്നെയാണ്. And if any time someone asks who's the father of faith, Abraham is the first name that comes to ഒരു mind. ചെറിയ ഉദാഹരണം റോമാലേഖനം 5-ാം അധ്യായം. Just as a small example, let's read from Romans chapter അതിന്റെ 20, 21, 22 വാക്യങ്ങൾ. verse 20, 21, and 22. The law was added so that trespass might increase, but where sin increased, grace increased all the more, so that just as sin reigned in death, so that grace might reign through righteousness to bring eternal life through Jesus Christ our Lord. നമുക്ക് ഇതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം. We know all of this. 100-ാം വയസ്സിൽ തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമോ എന്ന് അവർക്ക് സംശയിക്കാമായിരുന്നു. They could have doubted that they would have a son at the age of 100. എന്നാൽ അബ്രഹാമിന് ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം. But Abraham had the true faith in God. എന്റെ ദൈവത്തിന് അത് കഴിയും. That my God will be able to do that. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. That there's nothing that's impossible for God. ഇവിടെ ഈ 3 ചെറുപ്പക്കാരും അത് തന്നെയാണ്, ആ ഒരു വിശ്വാസം തന്നെയാണ് അവർ പിന്തുടർന്നു പോരുന്നത്. And that's the same faith that we see in these 3 young men. അവരെ ഈ പരീക്ഷയിൽ നിന്ന് അവരെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. That God will be able to redeem them from this situation. അവർ അത് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. They truly believe that. അവർ പറയാണ്, ഞങ്ങൾ ഒരിക്കലും ഈ ദേവനെ വണങ്ങുകയില്ല. We will never bow down before this idol. ഇനി ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഒരിക്കലും അതിന് മുതിരുകയില്ല. Even if God doesn't save us, we will not bow down.
അങ്ങനെ രാജാവിനെ ധിക്കരിച്ച അവരെ and that's what they respond to the king. അവരെ തീച്ചൂളയിലേക്ക് ഇട്ട് കളയുവാനായിട്ട് അവിടെ രാജാവും അവരുടെ കൂടെയുള്ളവരും തീരുമാനിക്കുകയാണ്. And we see that the king decides to throw them into the furnace. അപ്പോൾ നമ്മൾ അതിന്റെ 19-ാം വാക്യത്തിൽ കാണുമ്പോൾ, അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്ത് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും നേരെ മുഖഭാവം മാറി അവരെ ഇടാനുള്ള ആ ഫർണസ്, അതായത് ആ തീച്ചൂള, അത് ഏറ്റവും കടുപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനും സാധിക്കും. Then we see that Nebuchadnezzar was furious with them and his അങ്ങനെ അവരെ ആ തീച്ചൂളയിലേക്ക് ഇട്ട് കളയുവാനായിട്ട് തീരുമാനിച്ചു. so he threw them into the furnace after അതിനുള്ള ആളുകളൊക്കെ തയ്യാറായി. and അവരെ കൊണ്ട് ആ തീച്ചൂളയിൽ ഇടുവാൻ ഉള്ള പടയാളികൾ റെഡിയായി. the soldiers were prepared to throw them into the fire. ആ തീച്ചൂളയുടെ കാഠിന്യം ഏറ്റവും വർദ്ധിപ്പിച്ചു. They heated up the furnace a lot extra. ഫർണസിന്റെ അതിന്റെ ചൂടുകൾ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, അത് ഭയങ്കര ചൂടാണ്. For those who have been near a furnace, you know that it's very, ചെറിയ very hot. രീതിയിൽ ആ ചൂട് ഞങ്ങൾ ഈ ഷീറ്റ് ഉണക്കുന്ന പുകപ്പരയുണ്ട്. There's a small furnace a furnace that dries clothes. Dry rubber sheets. Oh, rubber sheets in Kerala. in Kerala. അതിനൊരു ഡോർ ഉണ്ട്. It has a little door. അപ്പൊ ഞാൻ ഇടയ്ക്ക് അതിനകത്ത് വുഡൊക്കെ ഇടാൻ വേണ്ടി ആ ഡോർ തുറക്കും. So sometimes when you put wood in it, you have to open that door. അതിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ചൂട്, തീയൊന്നുമില്ല, ആ ചൂട് മാത്രമേ ഉള്ളൂ. There's no fire coming out. All you feel is heat coming out of it. പലപ്പോഴും എന്റെ ഈ കൺപീലിയൊക്കെ നമ്മൾ അറിയില്ല, അത് കരിഞ്ഞു പോയിട്ടുണ്ട്. And we can feel the heat burning. ഇത് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന ഒരു തീച്ചൂളയാണ്. അതിന്റെ കാഠിന്യം ഏറ്റവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. So we see that this furnace was heated a lot. നാം അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, and as we read further on, ഇവരെ ആ തീച്ചൂളയിലേക്ക് ഇടുവാനായിട്ട് ചില പടയാളികൾ പോയി. some soldiers went up to throw them into the fire. ആ തീച്ചൂളയിലേക്ക് ഇവരെ ഇടുന്നു. They threw them in the fire. ഈ ഇടാൻ പോയ ആൾക്കാർ അവിടെ വീണ് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. And we see that some of the soldiers that threw them in the fire ended up dying. കാഠിന്യം. And that's how serious that. ആ തീച്ചൂളയുടെ കാഠിന്യം. That's how hot that fire was. നിമിഷ നേരം കൊണ്ട് നാം ഭസ്മമായി പോകാം. It was something that could burn you to ashes in seconds. അവിടെയാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക്, അതായത് ദൈവം അവിടെ അവരെ വിടുവിക്കുന്ന രംഗം. And that's how we see the next point where God saves them. വാക്യങ്ങൾ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. Verse 24 through 27. അവിടെ നാം കാണുന്നത്, that we see there. അവിടെ രാജാവ് പോയി നോക്കുമ്പോൾ, when the king looks into the furnace, അവര് 3 പേരെയാണ് തീച്ചൂളയിൽ ഇട്ടത്. there were 3 people that were thrown into the furnace. എന്നാൽ രാജാവ് നോക്കുമ്പോൾ അവിടെ 4ാമത് ഒരാൾ കൂടെ ഉണ്ട്. But when he looks, he sees a 4th person. വളരെ അത്ഭുതത്തോടെ രാജാവ് അത് വീക്ഷിക്കുന്നു. He says this in amazement. കൂടെ നിന്നവരോട് ചോദിക്കുന്നു, നമ്മൾ 3 പേരെയാണ് ഇട്ടത്, ഇപ്പോൾ ഇതാ 4 പേരെ ഞാൻ കാണുന്നു. And he asks those with him, did we not throw in 3 people into the fire? അവർക്ക് ഒരു കേടും പറ്റിയിട്ടില്ല. There's no harm done to them. അവരുടെ തലമുടി കരിഞ്ഞിട്ടില്ല. Not even a single hair was burned. യാതൊരു രീതിയിലും ആ തീയുടേതായ ഒരു കാഠിന്യവും അവരെ ഏശിയിട്ടില്ല. But we don't see any harm come to them from the fire. നാം വായിക്കുന്നത് അവർക്ക് തീയുടെ മണം പോലും അവരെ ഏശിയിട്ടില്ല. There was not even the smell of fire on them, is what we read. രാജാവിന് വളരെ അത്ഭുതകരമായി തോന്നുന്നു. This is something that the king sees with amazement. സാധാരണ ആ തീച്ചൂളയിൽ ഒരു മനുഷ്യനെ ഇട്ടാൽ നിമിഷ നേരം കൊണ്ട് ഭസ്മമായി പോകും. Usually if you throw someone into fire like that, they'll be turned to ashes very quickly. എന്നാൽ ഈ 3 യുവാക്കൾ യാതൊരു കേടും കൂടാതെ ആ തീച്ചൂളയുടെ നടുവിൽ ഇരിക്കുകയാണ്. But we see that these 3 young men were in the middle of the fire without any harm. ഒപ്പം 4ാമത് ഒരാളെയും അവിടെ കാണുവാനായിട്ട് സാധിക്കും. And not only that, there was even a 4th person among them. അവിടെ രാജാവ് പറയാണ്, 4ാമത്തെ ഒരാൾ ദൈവദൂതന് തുല്യനായ ഒരാളെ അവിടെ കാണുന്നു. And it says that the 4th person was like that of the son of the gods. രാജാവിന് അപ്പോൾ കാര്യം മനസ്സിലായി. And that's when the king really understands. ഇവർ സേവിച്ചിരുന്ന ദൈവം ചില്ലറക്കാരനല്ല. The God that they serve is not just not a small God. അവരെ ഈ തീച്ചൂളയുടെ നടുവിലും അവരെ വിടുവിക്കുവാൻ ശക്തനാണ്. He is able to redeem them even in the midst of the furnace. തീച്ചൂളയുടെ കാഠിന്യം എത്ര വലുതായിരുന്നാലും അതിന്റെ മധ്യേ നമ്മെ വിടുവിക്കാൻ ശക്തനായ ഒരു ദൈവമാണ്. No matter how hot the furnace burns, he's able to save us. അബേദ്നെഗോവിനെ ആ ദൈവം വിടുവിച്ചിരിക്കുന്നു. And we see that God saved Shadrach, Meshach, and Abednego. വ്യക്തമായി അത് മനസ്സിലായി. And we see that the king clearly understands that. രാജാവ് പെട്ടെന്ന് ആ തീച്ചൂളയുടെ ആ വാതിലിലേക്ക് ചെല്ലുന്നു.
So the king goes towards the door of the furnace. ഈ 3 പേരെയും പേര് ചൊല്ലി രാജാവ് പുറത്തേക്ക് വിളിക്കുകയാണ്. He calls all 3 of them by name and calls them out of the fire. അവിടെ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം, And something that I thought of during that time, അവർ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ട ദൈവമാണെന്ന് ആ രാജാവ് മനസ്സിലാക്കുകയാണ്. it says that praise be to the God of Shadrach, Meshach, and Abednego. രാജാവിനൊരു തിരിച്ചറിവുകൊണ്ടാണ് ഇവരുടെ ദൈവം ഇവരെ ഏത് പ്രശ്നത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് ഇവരുടെ ദൈവമെന്ന് രാജാവ് മനസ്സിലാക്കുകയാണ്. We see that the king is beginning to understand that this God is able to save them from any situation. ഇവിടെയാണ് 4ാമത്തെ പോയിന്റ്. And this is where the 4th point is. രാജാവിന് ആ ജീവനുള്ള ദൈവത്തിന്റെ ശക്തി മനസ്സിലാകുന്ന ആ രംഗം. The point where the king is really understanding the power of God. ദൈവം തന്റെ സ്വന്തം ദൂതനെ അയച്ച് ഈ 3 പേരെ ആ തീച്ചുളയിൽ നിന്ന് വിടുവിക്കുന്നതായ രംഗം. The part where God sends his angel to save and protect these 3 men in the furnace. ഇവിടെ രാജാവ് മനസ്സിലാക്കുകയാണ്, ഈ തീച്ചുളയിൽ നിന്നും ഇവരെ വിടുവിപ്പാൻ കഴിയുന്ന വേറൊരു ദൈവമില്ല. ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. We see that God is the living God and there's no other God. അബേദ്നെഗോവിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. That the God of Shadrach, Meshach, and Abednego is a living God. അവരെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. That he's the God that is powerful enough to save them from any situation. രാജാവ് അവിടെ പറയുന്നതായിട്ട് നാം കാണും. And we see that the king is saying there, അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. They trusted in him and defied the king. 29ാം വാക്യത്തിൽ ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് there is no other God that can save in this way. ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കണം എന്ന് പറയുകയാണ്. Therefore, I decree that the people of any nation or language who say anything against the God of Shadrach, Meshach, and Abednego, ആ ജീവനുള്ള ദൈവത്തിനെതിരായിട്ട് ആരെങ്കിലും ശബ്ദിച്ചാൽ, if anyone says anything against that God, അവരെ ഇല്ലായ്മ ചെയ്ത് കളയണമെന്ന് രാജാവ് ഒരു കൽപ്പന അവിടെ കൊടുക്കുകയാണ്. that they must be cut into pieces and their houses be turned into piles of rubble. ഇവിടെ വലിയവനായ ദൈവം എങ്ങനെ ഓരോ ആളുകളുടെയും, നാം രാജാവായിരുന്നാലും താഴേക്കിടയിലുള്ളവരായിരുന്നാലും, ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And we can see here how God intervenes in everyone's lives, regardless of whether you're a king or someone that's of lower status. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും. God is able to work miracles in our lives as well. അതെന്റെയും നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും അത് അനുഭവിച്ചറിയുവാൻ ഇടയായിട്ടുണ്ട്. And that's something that a lot of us have experienced in our own lives. നമ്മുടെ ജീവിതത്തിലും അനേക ബിംബങ്ങൾ, അല്ലെ അനേക പ്രതിസന്ധികൾ, അനേക തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരും. In our lives, a lot of idols or distractions. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നാം ആണ് തീരുമാനിക്കേണ്ടത്. And we have to be the ones to decide how to handle them. അതിനു മുമ്പിൽ നമുക്ക് ബലമായുള്ളത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. Before all that, the thing that we should have is a strong faith in God. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നാം ഉറച്ചു വിശ്വസിച്ചാൽ, we have to firmly believe that there's nothing that our God cannot do. നമ്മുടെ ദൈവത്തിന് നമ്മെ വിടുവിപ്പാൻ കഴിയുമെന്ന് നാം ഉറച്ചു വിശ്വസിച്ചാൽ, we have to firmly believe that our God can save ഈ us. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ When we live in this world, നമുക്കെതിരായി വരുന്ന ബിംബങ്ങൾ അല്ലെങ്കിൽ നമുക്കെതിരായി വരുന്ന പ്രതിസന്ധികൾ, any idols or situations that may face us, നമ്മുടെ വിശ്വാസം മൂലം അതൊന്നുമല്ലാതായി തീരും. because of our faith, it will turn into. എത്ര കഠിനമായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും, no matter how difficult the situation we may face, ദൈവത്തിന് നമ്മെ വിടുവിപ്പാൻ കഴിയും. God is able to save us. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. Our God is a living God. നമ്മുടെ വിശ്വാസം അത് ഏറ്റവും ദൈവത്തോട് അടുത്തിരിക്കേണ്ട ഒരു ദൈവമക്കൾ എന്ന രീതിയിൽ നമ്മുടെ വിശ്വാസം എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പരിപൂർണമായി നാം വിശ്വസിക്കുന്നവരായിരിക്കണം. We should truly believe that our God is able to do all things. അങ്ങനെ വിശ്വസിച്ച് ദൈവത്തോട് നാം അടുക്കുമ്പോൾ, when we believe that and grow closer to God, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും, എന്ത് ബിംബങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ വന്നാലും, whenever we face any difficult situations or any idols come into our life, ദൈവത്തിന്റെ ആ വിടുതൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. we can see and experience the salvation from God. അവൻ തന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ കാത്തുകൊള്ളും. He is sending his angels to protect us. സങ്കീർത്തനം 91 നാം കാണും, നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നാണ് നാം കാണുന്നത്. And in Psalms we see that he'll send his angels to guard us in every way. എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, in any situation, എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ, in any difficulty, നാം ഒരിക്കലും തളർന്നു പോകാതെ, that we will never grow weary. നമ്മുടെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ, as long as we put our trust in him, നമ്മെ ദൈവം സഹായിക്കും. that he will help us. ദൈവത്തിന്റെ കരുതൽ നമുക്ക് അറിയുവാൻ സാധിക്കും. that we'll be able to know the care that God has for us. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മെ ദൈവം കരുതുന്ന വിധങ്ങളെ കുറിച്ച് ഞാൻ ഒരു പ്രയർ മീറ്റിംഗിൽ പറയുകയുണ്ടായി.
In an earlier prayer meeting, I did mention about the നാം the love of God. പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ In situations that we don't expect, ദൈവത്തിന്റെ കരം നമ്മെ താങ്ങുന്നു. we'll see that God's hand bears us. ഹാഗാറിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ദൈവം The God who heard the cries of Hagar's ആ baby, മരുഭൂമിയിൽ ഒരിക്കലും വെള്ളം കിട്ടാതെ ആ കുഞ്ഞ് മരിച്ചു പോകേണ്ടതാണ്. that child should have died in the wilderness without ever having water. എന്നാൽ അവിടെ നീർച്ചാലുകളെ ഉറവലുകളെ ഉണ്ടാക്കുവാൻ കഴിവുള്ള ദൈവമാണ്. But yet that God is able to make wells of water there. ഏലിയാവിന്റെ തന്റെ ഏകാന്തവാസത്തിൽ കാക്കയെ കൊണ്ട് ഭക്ഷണം നൽകുവാൻ കഴിവുള്ള ദൈവമാണ്. We see that he provided food for Elijah. ആ ദൈവമാണ് എന്റെയും ദൈവം. And that God is the same God that we worship. അബ്രാഹാമിന്റെ ദൈവം. That is the God of Abraham. അബ്രാഹാമിനെയാണ് നാം വിശ്വാസത്തിന്റെ പിതാവ് എന്ന് കരുതുന്നത്. And that Abraham is the one that we consider to be the father of faith. അടുത്ത ഒരു 4 തലമുറയ്ക്ക് ശേഷം നമ്മുടെ പേര് പറഞ്ഞ് ഏതെങ്കിലും നമ്മുടെ അനന്തര തലമുറകൾ അങ്ങനെ പറയാൻ പറ്റുമോ? അബ്രാഹാമിന്റെ ദൈവം അല്ലെങ്കിൽ ആർവിന്റെ ദൈവം, ജോമോന്റെ ദൈവം ഒന്നും നമ്മുടെ 4 തലമുറ കഴിഞ്ഞുള്ള തലമുറയ്ക്ക് പറയുവാൻ സാധിക്കുമോ? For later generations, will they be able to say our name and say നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയുള്ളതാണ്? how is our life of faith? പ്രതികൂലങ്ങളുടെ മധ്യേ നാം തകർന്നു പോകാറുണ്ടോ? Do we get destroyed when we face difficult situations? നമ്മുടെ പ്രതികൂലങ്ങളുടെ മധ്യേ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. Even in the midst of difficulties, let's look to the face of God. അവൻ നമ്മെ നിർമ്മിച്ചവനാണ്. He is the one that നമ്മുടെ created us. എല്ലാ വഴികളും അറിയുന്ന ദൈവമാണ്. He knows all of our paths, ആ ദൈവത്തിന് നമ്മെ തീർച്ചയായും വിടുവിക്കാൻ സാധിക്കും. and that God will definitely be able to save us. പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, Regardless of what difficulties that നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. our God is a living God. ഈ ദൈവം നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കുമാറാകട്ടെ. May this God protect us in all our ways, നമ്മുടെ എല്ലാ വഴികളിലും in all of our ways. ഈ നമ്മെ കാക്കുവാൻ ഈ ദൈവം ശക്തനാണ്. He is a God that is able to തന്റെ ദൂതന്മാരെ അയച്ച് അവൻ നമ്മെ കാക്കും. He will send his angels to നമ്മുടെ protect us. പ്രശ്നങ്ങളിലൊക്കെയും അവൻ പരിഹാരമായി നമ്മോട് കൂടെയുണ്ട്. He will be with us as a ഈ solution. വലിയവനായ ദൈവം എന്റെയും ദൈവമാണ്. This great God is our ഈ വലിയവനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമാണ്. This great God is the God of all. വരും ദിവസങ്ങളിലും ഈ വലിയവനായ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് In the coming days, let's put our trust in him. ഈ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് Let's praise and worship and ഈ ദൈവം എന്റെയും ദൈവമെന്ന് സാക്ഷിച്ചുകൊണ്ട് testify that this God is also my God. വരും ദിവസങ്ങളിൽ നമുക്ക് ജീവിക്കാം. Let's live in the coming days. അതിനായിട്ട് വലിയവനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ, ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. I pray that God will enable us to do that. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. May God bless all of you. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May his name be glorified. Arvind, to close the meeting. Let's pray. Our Father in heaven, Lord, we thank you, Lord, for this day. Thank you for this opportunity that you've given us to come together to spend some time in prayer and worship, Lord. We pray especially for the message that we just heard, Lord. Thank you for encouraging us through the lives of Shadrach, Meshach, and Abednego, Lord. I pray that you help us to put our trust in you, Lord, in any difficult situation that we might face, Lord. Help us have faith in you, Lord. Thank you for protecting us and keeping us safe. And I pray that you be with us throughout the rest of the week, Lord, and help us to keep our faith in you, Lord, no matter what problems we may face, Lord. In the gracious name of the Lord and Savior, Jesus Christ, we pray. Amen. Amen.